ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് വീഡിയോ ബോട്ടിയും കൊള്ളിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ ബോട്ടി ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലപോലെ ഇത് കഴുകി വൃത്തിയാക്കി എടുക്കണം. ആ ഒരു കാര്യം നന്നായിട്ട് ഇതിൽ ശ്രദ്ധിക്കണം. പിന്നെ ഇതിന് ഇത്തിരി വേവ് കൂടുതലാണ്. ഈ രണ്ട് കാര്യങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഒരു 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിലിട്ട് 5-8 വിസിൽ വരണം. എന്നാൽ ഇത് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് കുക്കറിലിട്ട് വേവാനായിട്ട് വെക്കാം. അപ്പോഴത്തേക്ക് ഇതിലേക്ക് വേണ്ട ബാക്കി സാധനങ്ങൾ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഇതിൽ ചേർക്കാനായിട്ടുള്ള കപ്പ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 മീഡിയം സൈസ് സവാള, 3 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബോട്ടി വെന്ത് കിട്ടിയപ്പോഴേക്കും അതിലേക്ക് കൊള്ളി ഇട്ടിട്ട് ഇനി 1 വിസിൽ അടിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. അത് ചൂടായി കഴിഞ്ഞപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ആ സവാള ഇട്ട് കൊടുത്തു. നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സവാള. അപ്പോൾ സവാള ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇപ്പോൾ ഇത് ഏകദേശം അങ്ങ് ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ബോട്ടിയും കൊള്ളി അവിടെ വെന്ത് കിട്ടി. അതൊന്ന് ഇറക്കി വയ്ക്കാൻ പോയതാണേ. അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ആ പച്ചക്കുത്തൊക്കെ പൊടികളുടെ പച്ചക്കുത്തൊക്കെ, മല്ലിപ്പൊടിക്കാണ് കൂടുതൽ അങ്ങനെ പച്ചക്കുത്തുണ്ടാവും. അതൊന്ന് പോയി കഴിയുമ്പോൾ നമ്മൾ വെന്ത് മാറ്റി വെച്ചിരിക്കുന്ന ബോട്ടി കൊള്ളിയും കൂടെ അതിലങ്ങ് ചേർത്ത് ഈ മസാലക്കൂട്ടൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലായിടത്തും ഒരുപോലെ കുത്തികളൊക്കെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് വെറുതെ ഒന്നിങ്ങനെ മറിച്ചെടുത്ത് ഇങ്ങനെ വരാം. അപ്പോൾ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ പതുക്കെ ചെയ്തെടുക്കുക. അപ്പോൾ മൊത്തത്തിൽ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടി കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒരു ഇല എടുത്ത് വെച്ചിട്ടുണ്ട്. ഇലയിലോട്ടൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളിയായിട്ടായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. അതുവരെയ്ക്ക് എല്ലാവർക്കും ബായ്.